ലഹരിക്കെതിരെ കേരളം ശക്തമായ പോരാട്ടത്തിന് തുടക്കമിട്ടിരിക്കുമ്പോഴും കേന്ദ്ര നിയമത്തിലെ പഴുതുകൾ മുതലെടുക്കുകയാണ് ലഹരി മാഫിയ സംഘങ്ങൾ. കിലോയ്ക്ക് 80 ലക്ഷം വരെ വിലയുള്ള ഹൈബ്രിഡ് കഞ്ചാവ് വിൽപ്പന കേസിലെ പ്രതികൾക്ക് പോലും ജാമ്യം ലഭിക്കുന്ന സ്ഥിതി. സാധാരണ കഞ്ചാവ് വിൽക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നവർക്കുള്ള അതേ ശിക്ഷയാണ് ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിച്ചാലും ലഭിക്കുക. 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് ഇന്ത്യ NDPS പ്രകാരമാണ് ലഹരിമരുന്ന് ഇടപാട് കേസിൽ സംസ്ഥാന സർക്കാരുകൾ കേസെടുക്കുന്നത്. 2015 കേന്ദ്രം കൊണ്ടുവന്ന ഭേദഗതി അനുസരിച്ച് ഇത്തരം നിരോധിത മയക്കുമരുന്നുകളുടെ പട്ടികയിൽ ഏതൊക്കെ ഉൾപ്പെടുമെന്ന് എപ്പോൾ വേണമെങ്കിലും ഭേദഗതി ചെയ്യാം. പലപ്പോഴും നിയമത്തിലുള്ള പഴുതുകൾ മൂലം ചെറിയ ശിക്ഷ മാത്രമായോ പ്രതികൾ രക്ഷപ്പെടാനോ കാരണമാകുന്നുണ്ട്. NDPS നിയമപ്രകാരം വധശിക്ഷ വരെ ഉണ്ടാകാമെങ്കിലും പിടിച്ചെടുക്കുന്ന മയക്കുമരുന്നിന്റെ തൂക്കമനുസരിച്ചാണ് ശിക്ഷ. മയക്കുമരുന്ന് കൈവശം വയ്ക്കൽ, ഉപയോഗം, വിൽപ്പന തുടങ്ങിയവയാണ് ആക്ട് അനുസരിച്ച് എടുക്കുന്ന കേസുകൾ. കണ്ടെടുക്കുന്ന നിരോധിത മയക്കുമരുന്നിന്റെ തൂക്കമനുസരിച്ച് ശിക്ഷകൾ ചെറുത്, ഇടത്തരം, വാണിജ്യം എന്നിങ്ങനെ 3ആയി തിരിച്ചിട്ടുണ്ട്. കഞ്ചാവ് 1 കിലോയ്ക്ക് താഴെയാണെങ്കിൽ അത് ചെറിയ ശിക്ഷയായിരിക്കും, സ്റ്റേഷൻ ജാമ്യം ലഭിക്കും. ശിക്ഷ 1 വർഷം തടവും 10,000 രൂപ പിഴയുമാണ്. 1 കിലോഗ്രാം മുതൽ 20 കിലോഗ്രാം വരെയാണെങ്കിൽ 1 ലക്ഷം രൂപയും 10 വർഷം വരെ കഠിന തടവുമാണ് പിഴ. 20 കിലോയ്ക്ക് മുകളിലുള്ളവ വാണിജ്യ വിഭാഗത്തിൽപ്പെടും. 10 മുതൽ 20 വർഷം വരെ തടവും 2 ലക്ഷം വരെ പിഴയും ലഭിക്കും. MDMAയുടെ തൂക്കം 0.5 ഗ്രാമിൽ താഴെയാണെങ്കിലും ജാമ്യം ലഭിക്കും. 20 ഗ്രാം വരെ ഇടത്തരമായും 20 ഗ്രാമിന് മുകളിൽ വാണിജ്യമായും കണക്കാക്കും. കേന്ദ്ര നിയമത്തിലുള്ള ഈ പഴുതുകൾ ലഹരി സംഘം മുതലെടുക്കുകയും വീണ്ടും ലഹരി ഇടപാടുകൾ തുടരാൻ ഇടയാക്കുകയും ചെയ്യും.